ഹലോ കൂട്ടുകാരെ, മാഗ്നമറ്റം മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ CGL 2026 എക്സാമിന് തയ്യാറെടുക്കുന്ന ആൾക്കാർ കുറച്ച് ദിവസങ്ങളായിട്ട് ടെൻഷനിലാണ്. അപ്പോൾ അവർ എനിക്ക് മെസ്സേജ് ആയിട്ട് അയക്കുന്നു, കമൻ്റ് ആയിട്ട് ചോദിക്കുന്നു, നമ്മളുടെ CGL 2026 ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് തരുന്നത്. ഇപ്പോൾ കുറച്ച് ഹിന്ദി പേപ്പറുകൾ, ഹിന്ദിയിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ഈ ഹിന്ദി ചാനൽ കണ്ട് ദയവായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ നവഭാരത് ടൈംസ് അങ്ങനെയൊക്കെയുള്ള ചില പേപ്പറുകളിൽ വന്നിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ എന്താണ്, ടിയർ 3 പണ്ട് നമുക്ക് CGL ടിയർ 3 എസ്സേ റൈറ്റിങ്ങും ലെറ്റർ റൈറ്റിങ്ങും പ്രിസി റൈറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇവർ പറയുന്നത് എന്താ, ഈ നവഭാരത് ടൈംസിൽ പറയുന്നു SSC അപ്കമിങ് എക്സാംസിൽ ഒബ്ജക്റ്റീവിന്റെ കൂടെ ഡിസ്ക്രിപ്റ്റീവ് കൂടെ കാണുന്നു. അപ്പോൾ അവിടെ പറയുന്നത് CGL 2026 എക്സാമിന് ക്ലിയർ ആയിട്ട് അവിടെ പറയുവാണ് 15 മുതൽ 20% വരെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇനി ആ വാർത്തയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ ആസ്പിരൻസിൻ്റെ റൈറ്റിംഗ് സ്കില്ല് കൂടി പരിശോധിക്കും. ഉടനെ നടക്കാൻ പോകുന്ന പരീക്ഷകളിലെല്ലാം അത് കാണുമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു ഒഫീഷ്യലായിട്ട് ഓഗസ്റ്റ് 18 SSC ഒരു ഒഫീഷ്യൽ നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയായിരുന്നു. അപ്പോൾ അതിനകത്ത് CGL 2026 പറ്റിയോ അല്ലെങ്കിൽ CG എക്സാമിനെ പറ്റി പറയുന്നേ ഇല്ല. അപ്പോൾ അവിടെ പറയുന്നത് CGL അല്ല, ആ ഒരു പരീക്ഷയിൽ ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിക്കുമെന്നും നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അവിടെ തന്നിരിക്കുന്ന ഫിസിക്കൽ ബുക്ക്ലെറ്റ് എഴുതണമെന്ന് നോട്ടീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓഗസ്റ്റ് 18 വന്നിട്ടുള്ള ആ ഒരു നോട്ടീസ്. അപ്പോൾ അതെ, ആ എക്സാം ഓഗസ്റ്റ് 23 അപ്പോൾ ഇത് കണ്ടതും ഈ മീഡിയ വിചാരിച്ചത് അത് മെയിൻ സ്ട്രീം മീഡിയ ഒന്നുമല്ല. അപ്പോൾ SSCക്ക് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ വീണ്ടും വരികയാണല്ലോ, ഇനി വരാതിരിക്കുന്ന CGL 26 അത് ബാധകമാകും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫേക്ക് ന്യൂസ് വന്നത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ട്രൂത്ത് എന്താണ്? ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓഗസ്റ്റ് 18 ഇറക്കിയ ആ ഒരു നോട്ടീസ് ജനറൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയുള്ളതല്ല. അതെന്തിനു വേണ്ടിയുള്ളതാണ്? നിലവിൽ അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് പ്രൊമോഷന് വേണ്ടി നടത്തുന്ന ഡിപ്പാർട്ട്മെന്റൽ എക്സാമിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷകളിൽ 2023 2024 ഒക്കെ എസ്സേ റൈറ്റിംഗ് പോലുള്ള ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പുതുതായിട്ടൊന്നുമില്ല. അപ്പോൾ പഴയ സമയത്ത് വ്യത്യാസം എന്താണ്? പഴയ സമയത്ത് ഫിസിക്കൽ ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഉള്ളത്. ചോദ്യപേപ്പറും തന്നെ നമ്മുടെ CGL ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ അങ്ങനെയായിരുന്നു. ചോദ്യപേപ്പർ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ പ്രിന്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ചോദ്യം എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ വരും, എഴുതുന്നത് ആ പേപ്പറിലായിരിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിനെയാണ് എന്ത് ചെയ്തത്, വളച്ചൊടിച്ച് CGL ഡിസ്ക്രിപ്റ്റീവ് വരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ 2026 CGLന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനകത്ത് നേരത്തെ വന്നതാണ്. അതിൽ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. നിലവിലുള്ള ടിയർ 1 ടിയർ 2 ഒബ്ജക്റ്റീവ് പാറ്റേൺ തന്നെ ആയിരിക്കും നടക്കുക. അത് 100% ഷുവറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത്, ഈ ഫേക്ക് ന്യൂസും റൂമർ അത് മെയിൻലി ഈ വ്യൂസിനൊക്കെ വേണ്ടി ഹിന്ദി ചാനലുകളിൽ കുറേ ചാനലുകൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ വെറുതെ നിങ്ങൾ ഈ ഫേക്ക് ആയിട്ടുള്ള ചാനൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാനലുകൾ ദയവായിട്ട് കാണാതിരിക്കുക. അപ്പോൾ ഇത് വെറുതെ ഡിസ്കഷൻ ചെയ്ത് ചുമ്മാ ടെലിഗ്രാമിലൊക്കെ പോയി ഡിസ്കഷൻ ചെയ്ത് സമയം കളയരുത്. എന്തായാലും നിങ്ങളുടെ CGL എക്സാം സെപ്റ്റംബർ 28 അല്ലെങ്കിൽ ആ സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് തന്നെ നടക്കും. അത് ഷുവറാണ്, ഏകദേശം ഷുവറാണ്. സെപ്റ്റംബർ ടു ഒക്ടോബർ, എന്തെങ്കിലും വേറെ മാറ്റമില്ലെങ്കിൽ സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യം. അന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ഏകദേശം ഒരു മാസവും കൂടി നിങ്ങൾക്കുള്ളൂ ടിയർ 1. അപ്പോൾ അത് ഒരു ക്വാളിഫയിങ് ആയിട്ടുള്ള എക്സാം ആണ്. അപ്പോൾ നിങ്ങൾ ടിയർ 1 ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇനിയുള്ള കടമ്പ എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യുക എന്നുള്ള ലക്ഷ്യം വരിക. ഇനി 2027 എന്തെങ്കിലും ചേഞ്ച് വരുന്നു, അല്ലെങ്കിൽ പരീക്ഷ പാറ്റേൺ എന്തെങ്കിലും ചേഞ്ച് വരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ അതെന്ത് ചെയ്യും, SSC കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷനിലൂടെ നമ്മളെ അറിയിക്കും. അതുവരെ ഇപ്പൊ പഠിക്കുന്ന പാറ്റേൺ ഒരു ചേഞ്ച് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ പാറ്റേൺ തന്നെ പോവുക. എന്തായാലും SSC CGL 2026 അങ്ങനെ ഒരു ചേഞ്ച് ഇല്ല. അതുപോലെ തന്നെ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെലക്ഷൻ പോസ്റ്റിന്റെ, അപ്പം കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ സ്റ്റെനോഗ്രാഫറിന്റെ ഡേറ്റ് വന്ന സമയത്ത് അടുത്ത വരാൻ പോകുന്ന പരീക്ഷ സെലക്ഷൻ പോസ്റ്റിന്റെ phase 14 ആണ്. അപ്പോൾ phase 13 കണ്ടാണ് എഡ്യൂക്കേറ്റി ആദ്യമായിട്ട് വന്ന. അപ്പോൾ ആ phase 14ന്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ ഓഗസ്റ്റ് 21 ആണോ എനിക്ക് തോന്നുന്നു, ഇന്നലെയാണെന്ന് തോന്നുന്നു, SSC ഒഫീഷ്യലായിട്ട് ഓഗസ്റ്റ് 21 എനിക്ക് തോന്നുന്നു 20 ആണ്, 20 19 ആണ്. യെസ്, 19 അല്ലെങ്കിൽ 20 ആണ്. ഓക്കെ, 20 നോക്കാം. അപ്പോൾ അതോ ഇന്നാണോ എന്തോ, എനിക്ക് തോന്നുന്നു ഇന്നാണ് തോന്നുന്നു. യെസ്, 21 ഓക്കെ. അപ്പോൾ 21 എന്ത് ചെയ്തു, ഒരു ഒഫീഷ്യൽ നോട്ടീസ് വന്നു സെലക്ഷൻ പോസ്റ്റിന്റെ ഡേറ്റ്. അപ്പോൾ സെലക്ഷൻ പോസ്റ്റിന്റെ ഡേറ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്? സെലക്ഷൻ പോസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം പ്രിലിംസ് 16 to 26 സെപ്റ്റംബർ. അതായത് നമ്മളുടെ സ്റ്റെനോ പരീക്ഷ കഴിഞ്ഞിട്ട് ഉടനെ 16 to 26 സെപ്റ്റംബർ 10 ദിവസം നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് നടക്കും. അപ്പോൾ എന്താണ് ഈ ഒരു പരീക്ഷ ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്? കുറേ പേര് ഇത് പഠിക്കുന്ന ആൾക്കാരുണ്ട്, സെലക്ഷൻ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്ത് പഠിക്കുന്നവരുണ്ട്. ഇപ്പോൾ കുറേ പേരുടെ മെയിൻ ലക്ഷ്യം CGL ആയിരിക്കും അല്ലെങ്കിൽ CHS ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് മസ്റ്റ് ആയിട്ട് പോയി എഴുതണം, എഴുതാതിരിക്കരുത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു, എനിക്ക് തോന്നുന്നു ഇതിനകത്തും സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ഇനിയുള്ളതിനകത്തെല്ലാം സെക്ഷൻ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ CPO എക്സാം എന്ന് പറഞ്ഞാൽ 50 ക്വസ്റ്റ്യൻസ് വെച്ചായിരുന്നു. അത് കഴിഞ്ഞ നവംബറിൽ നടന്നതാണ്. അത് എല്ലാവരും എഴുതിയിട്ടില്ല.
അപ്പോൾ അത് അതിൻ്റെ ചൂടങ്ങ് പോയി, അത് ആരും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പക്ഷേ ഈ ഒരു എക്സാം കറക്റ്റായിട്ട് നമ്മുടെ സെക്ഷണൽ ടൈമിംഗ് വരുന്നതാണ്. മാത്സും റീസണിങ്ങും GK ഇംഗ്ലീഷും എല്ലാം ഉള്ളതാണ്. നമ്മുടെ സ്റ്റെനോയിൽ മാത്സ് ഇല്ലാത്തതുകൊണ്ടും ഇംഗ്ലീഷിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺ വ്യത്യാസമായതുകൊണ്ടും ഈ എക്സാം ആയിരിക്കും CGL-ഉമായിട്ട് കൂടുതൽ അടുത്തിരിക്കുന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ദയവായിട്ട് പോയി എഴുതുക. എഴുതി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ക്വസ്റ്റിൻ്റെ പാറ്റേണും നിങ്ങൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ CGL 2026 എക്സാമിന് സീരിയസ് ആയിട്ട് കാണുന്നവർ പോയി എഴുതുക കേട്ടോ. എക്സാം എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും CGL എക്സാം സെപ്റ്റംബർ 28 മുതൽ ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോളാം കേട്ടോ. അല്ല അത് എന്തെങ്കിലും ചേഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 30-35 ദിവസമേ ഉള്ളൂ. ഇനി ദയവായിട്ട് ആരും പോയി തിയറി ക്ലാസ് ഒന്നും കാണാൻ നിൽക്കരുത്. ഓൺലി ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ക്ലാസ്സുകൾ മാത്രമേ കാണാവൂ. ആ പ്രാക്ടീസ് ക്ലാസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്തിരിക്കണം. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. എന്താണോ നിങ്ങൾ ക്ലാസ് കാണുന്നത്, ഇപ്പം GK ക്ലാസ് കാണുമെങ്കിൽ അത് റിവൈസ് ചെയ്തിരിക്കണം. ഇനി നമുക്ക് വേറൊരു സമയമില്ല, റിവൈഷന് വേണ്ടി വേറൊരു സമയം മാറ്റിയൊക്കെ ഇല്ല. എന്താണോ നിങ്ങൾ കാണുന്നത് അത് റിവൈസ് ചെയ്ത് സെറ്റ് ആക്കിയിരിക്കണം. മാത്സ് ചെയ്യുവാണെങ്കിൽ, റീസണിങ് ചെയ്യുവാണെങ്കിൽ അത് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കി സ്വന്തം മെത്തേഡാക്കി മാറ്റിയിരിക്കണം. ഇനി അതാണ് ചെയ്യേണ്ടത്. പവർ പ്ലേ ബാച്ച് SC 2026 പവർ പ്ലേ ബാച്ച് കംപ്ലീറ്റ് ആയിട്ട് തീർക്കുക. കോഴ്സ് സെക്ഷനിൽ പോയാൽ പവർ പ്ലേ ബാച്ച് അതിനകത്തുള്ള ഇനിയും ഞാൻ എന്ത് ചെയ്യും, ഇനി ഇപ്പോൾ 75-77 വീഡിയോ ആയി, ഇനിയും ഞാൻ വീഡിയോസ് ആഡ് ചെയ്യും. അത് ഫുൾ കംപ്ലീറ്റ് പ്രാക്ടീസാണ്. കംപ്ലീറ്റ് പ്രാക്ടീസ് അതിനകത്തുണ്ട്. അത് ക്വസ്റ്റ്യൻസ് ടെലിഗ്രാം ചാനലിൽ നിന്ന് എടുത്ത് ഞാൻ ക്ലാസ് കണ്ടതിന് ശേഷം സ്വന്തമായിട്ട് അത് ചെയ്ത് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങളുടെ എല്ലാം സംശയം മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. SSC RRB പരീക്ഷയുടെ കംപ്ലീറ്റ് ക്ലാസ്സുകളും വിവരങ്ങളും എല്ലാം നമ്മുടെ മാഗ്നാമിൻ്റെ മലയാളം ചാനലിൽ ഉണ്ട്. അതുകൊണ്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ജോയിൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാത്തവർ ഉണ്ടെങ്കിൽ ആ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് യൂട്യൂബ് പ്രീമിയം ഒക്കെ പോലെ ചാനൽ ജോയിൻ ചെയ്താൽ, ചാനൽ മെമ്പർ ആയാൽ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഡൗട്ട് മാറിയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഇല്ല ഇതുവരെ. CGL 2026 എന്തായാലും ഇല്ല. ഇനി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങളെ അറിയിക്കും. അല്ലെങ്കിൽ SSCയുടെ വെബ്സൈറ്റിൽ അത് വന്നാൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. അപ്പോൾ ഇനി ഇതിനെപ്പറ്റി ഒരു ചർച്ച വേണ്ട. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.